നമ്മുടെ പ്രിയപ്പെട്ട ആതിരക്കുട്ടിയോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം സൂപ്പർ സ്റ്റാറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പുറത്ത് പറഞ്ഞാലും നമ്മുടെ കുറുമ്പിക്കുട്ടി, കുസൃതിക്കുട്ടി, അങ്ങനെയൊക്കെയാണ് ആതിരയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇതിന് വന്നതിന് മുമ്പ് തന്നെ അതിരുടെ ബേസിക് ക്യാരക്ടറിൽ ഈ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതോ സൂപ്പർ സ്റ്റാറിൽ വന്നതിൽ പിന്നെ ഉണ്ടായ ഓൾട്ടർനേഷൻസ് ആണോ അതൊക്കെ? ഇതെൻ്റെ പണ്ട് മുതലുള്ള സ്വഭാവമാണ്. ഇവിടെ വന്നാൽ പിന്നെ അല്ല അങ്ങനെയല്ല, ഇവിടെ വന്നേ പിന്നെ ഒരുപാട് മാറി. കാരണം ഫസ്റ്റ് റൗണ്ടിൽ വന്നപ്പം എനിക്ക് ഈ പാടുമ്പോൾ തന്നെ ആയാലും ഇങ്ങനെ കണ്ണ് തുറന്ന് പാടാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. അവിടെ ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോഴും ഞാനൊരു പച്ച പട്ടുപാടിയും ബ്ലൗസൊക്കെ പച്ച ഒരു ഫുൾ സ്കേർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ ഞാനിങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ചെറിയൊരു ഇപ്പോൾ ഒരു ലോ പിച്ചിലുള്ള പാട്ടൊക്കെ പാടാൻ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ ചുളിച്ച് ഭയങ്കര ഒരു സ്ട്രെയിൻ ചെയ്തിട്ടായിരുന്നു. അങ്ങനെ വോയിസിൽ സ്ട്രെയിൻ വരുന്നില്ലെങ്കിലും ശരിക്കും കാണുന്നവർക്ക് ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യുമായിരുന്നു. കാര്യം പറഞ്ഞതാ, സത്യമായിട്ട്. അത് അങ്ങനെയാണ്, അത് എന്നോട് എല്ലാവരും പറയാറുണ്ടായിരുന്നു. അത് എല്ലാവരും പറയാറുണ്ടായിരുന്നെങ്കിൽ എനിക്കത് മാറ്റാൻ ഒരിക്കലും എത്ര ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നേ പിന്നെ നമ്മുടെ അൽഫോൻസ് എല്ലാം ട്രെയിനിങ് മൊത്തം ഇവിടുത്തെ എല്ലാവരുടെയും പാട്ടുകൾ ഞാൻ കണ്ടിട്ട് കുറേ പഠിച്ചതാണ്. ശരിക്കും ഇങ്ങനെ ചിരിച്ച് പാടുക എങ്ങനെ, ഇപ്പോഴും അതൊന്നും ശരിക്കും ശരിയായിട്ടില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്.